എന്നോനെ സന്നിധിയിൽ ആടിയാട്ടു വന്നു ചേരുവാനിനായി എന്നോനെ സന്നിധിയിൽ ആടിയാട്ടു വന്നു ചേരുവാനിനായി തന്നതിനുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ തന്നതിനുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. പിന്നെയും ദൈവം സ്വർഗം നല്ല ഭാഗ്യം വയ്ക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും അതുപോലെ അപ്പച്ചനും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബ്രദേഴ്സ് അതുപോലെ സിസ്റ്റേഴ്സ് എല്ലാവർക്കും വേഗം യേശുക്രിസ്തുനാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ രാത്രിയുടെ ശാന്തി ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം തന്നെ നാം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന അന്ധകാരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശക്തമായി തന്റെ ജനത്തെ ഒരിക്കലും ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ തന്റെ ജനത്തിന് ഉദ്ധാരണം കൊടുക്കത്തിൽ എന്ന് പറഞ്ഞ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ ചുരുക്കം ചിലർ മാത്രം യുദ്ധത്തിൽ ഇറങ്ങിയാൽ മാത്രം മതി സ്വർഗം നമ്മുടെ കാര്യങ്ങളിൽ തരുവാനിടയായിത്തീരുന്നു. യുദ്ധം നമുക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളതായി യുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക ദൈവം നമ്മെ ശക്തീകരിച്ച് ഇറക്കിവിടുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവസ്ഥലയിൽ നാം കണ്ണീരോടെ വിതയ്ക്കുന്നുവെങ്കിൽ ആപ്പോടെ കൊയ്യുന്ന ഒരു ദിനമുണ്ടെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി കണ്ണീരോടെ വിതച്ചാൽ സ്വർഗ്ഗം പറയും ഒരു ആപ്പോടെ ഒരു കൊയ്ത്തുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യമൊക്കെയോ ദൈവത്തിന് വേണ്ടി ഒന്ന് വേർതിരിക്കാൻ തയ്യാറെങ്കിൽ സ്വർഗ്ഗത്തിൽ നമ്മെ കൊണ്ട് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ആദ്യമേ പിതാക്കന്മാരൊക്കെയും ദൈവസന വിശ്വസ്തയോടെ നിന്നു. കർത്താവ് അവരെ ശക്തമായി എടുത്ത് ഉപയോഗിച്ചു. അത് ഇന്ന് രാത്രിയുടെ സമയത്ത് അല്പസമയം ചിന്തയ്ക്കായിട്ട് ഞാനൊരു വേദഭാഗം വായിക്കാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ഈ രാത്രിയുടെ ശാന്തയ്ക്കായി സ്തോത്രം. ഈ വചനം സ്വർഗ്ഗത്തിന്റെ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ തരുന്നു. അവിടുന്ന് മാറ്റി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ വിശ്വാസം കണ്ടാൽ കാണുക. കർത്താവേ സ്തോത്രം. ഞങ്ങൾ ഭൂമിയെ അവകാശമാക്കി വചനത്തോട് ചോദിക്കുക. സ്വർഗ്ഗം അവിടെ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഭൂമി ലഭിക്കാതിരിക്കാൻ, കർത്താവ് രാജ്യത്തിന് വേണ്ടി ലഭിക്കാതിരിക്കുവാൻ ശത്രു കെട്ടിയെങ്കിൽ ഈ രാത്രി അഴിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ച കർത്താവിന് വേണ്ടി ഒരുക്കി തീർക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരുക്കി തീർക്കുമാറാകണമെന്ന് ശക്തീകരിക്കണം. ക്രൂശിനോട് പറഞ്ഞു ദൈവം എല്ലാവർക്കും വളരെയേറെ സുപരിചിതമാണ്. അതായത് 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്: ജാതികൾ കരയിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്താ? യഹോവയ്ക്കും അവന്റെ അഭിഷത്തിനും അവന്റെ അഭിഷത്തിനും വിരോധമായി ഭൂമി രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചന കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തിരുവനന്തപുരം ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? അവർ തമ്മിൽ കൂടി ആലോചിക്കുക. പല ജനത്തിന് ഒരിക്കലും അല്ലെങ്കിൽ കരകയറാൻ പറ്റത്തില്ലെന്ന്, അവരെ കയറ്റി വിടരുതെന്നോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഉന്നമനമോ അല്ലെങ്കിൽ അവർക്കൊരു വലിയൊരു വളർച്ചയോ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ തമ്മിൽ കൂടി ആലോചിക്കുന്ന ഒരു ഭാഗമായി രാത്രി വായിച്ചത്. ഇതുപോലെ തന്നെ ആത്മീയ കൂട്ടത്തിന് നടുവില് ദൈവസഭ വളരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ആത്മീയ ഭക്തന്മാർക്കെതിരെ ശത്രു ശക്തമായി പോരാടുന്ന ഒരു ദിനമാണ്. ഓർക്കണമെന്നില്ല, ഹെരോദാവിന്റെ കാലത്ത് സഭ ശക്തമായി വളരപ്പെട്ടപ്പോ ഹെരോദാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് വേണ്ടി കൈ നീട്ടിയെന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. സഭ വളരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സഭയ്ക്കെതിരെ ചില രാജാക്കന്മാര് അല്ലെങ്കിൽ ചില ഹെരോദാക്കന്മാര് എഴുന്നേൽക്കുന്ന ദിനമാണ്. താഴത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവത്തിന് സ്വർഗ്ഗത്തിൽ ദൈവം തമ്പുരാൻ അധികാരം നൽകുക. രാജാക്കന്മാർ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ കൂടി ആലോചിക്കും. അല്ലെങ്കിൽ രാജാക്കന്മാർ മഹാസൈന്യമായിട്ട് തന്റെ ജനത്തിനെതിരെ കടന്നു വരുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: നാം അവരുടെ കയറിൽ എന്ത് ചെയ്യുക?
പൊട്ടിച്ചെറിയ. അപ്പൊ ഹല്ലേലൂയ. ഒന്ന് ആലോചിക്കണം, ഇതിന് പിന്നിൽ ഒരു കെട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അത് ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ച അഭിഷേകന്മാര്, ദൈവകൃപ പ്രാപിച്ച ശത്രുവിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്നവരായി തീരണം. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷേകം ഉള്ളവരുടെ നിറവില് അല്ലെങ്കിൽ ഉള്ള നിറവിൽ നാം ഇറങ്ങി തിരിക്കാൻ കഴിയുമെങ്കിൽ തിരുവനന്തപുരം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നാം അവരുടെ കയറുകളെ പൊട്ടിച്ചെറിയ. പ്രകാരം പറയുന്നു, നിങ്ങൾ ഭൂമി കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന്, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നുള്ള ദൈവീയ വായ്പത്വം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ശത്രു കെട്ടിയാൽ അതിന് അഴിപ്പാണ് ദൈവകൃപ നമുക്ക് പകർന്നിട്ടുണ്ട്. രാജാക്കന്മാർ ബന്ധിച്ച അതിന് അഴിപ്പാനുള്ള ശക്തി രാജാതിരാജൻ തന്നിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരങ്ങളിൽ കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. തുടർന്നുള്ള വേദഭാഗം കൂടി വായിക്കുമ്പോൾ നാം കയറുകൾ അവൻ ശത്രു കെട്ടിയിരിക്കുന്ന ഓരോ കെട്ട് പൊട്ടിക്കുമ്പോൾ സ്വർഗ്ഗം വരുന്ന സന്തോഷിക്കുക. കാരണം എന്നറിയോ, അവൻ നമുക്ക് തന്ന അധികാരം നാം ഭൂമിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന്. തിരുവനന്തപുരം വായിക്കുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകന്മാർക്ക് സ്വർഗ്ഗത്തിലെ ദൈവം തമ്മിൽ അവകാശമാ ഭൂമിയിലെ സർവ്വ കെട്ടുകളെയും ഭൂമിയിലെ പാമ്പുകളെയും തേളുകളെയും അവന്റെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക സ്വർഗം ഒരു അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം തന്നതുകൊണ്ട് സ്വർഗം പറഞ്ഞ ശത്രുവിന്റെ കെട്ടുകളെ നിങ്ങൾ വഴി അഴിപ്പീൻ. ന്യായാധിപന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശത്രു ഭൂമിയെ നാം ഇസ്രായേൽ ജനം ഭൂമിയെ കൈവശമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മഹാസൈന്യം വന്ന് നിരന്നു നിൽക്കുന്ന ഭാഗം നമുക്ക് വായിക്കാൻ കഴിയും. ന്യായാധിപന്റെ പുസ്തകം 6:1 വായിച്ചിട്ടെ. കൈവശമാക്കാതിരിക്കുന്നതിന്റെ കാരണമുണ്ട്, തന്റെ ജനത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാത്തതിന് കാരണമുണ്ട്. ചില രാജാക്കന്മാർ എഴുന്നേൽക്കുന്നതിന് കാരണം വ്യക്തമായി തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുക. ഒന്ന് വായിച്ചോട്ടെ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആധിക്യം പ്രാപിച്ചു. ഓർക്കണം, അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പാപം ചെയ്തത് നിമിത്തം ജാതീയ രാജാക്കന്മാരുടെ ചെങ്കോല ഇസ്രായേലിനെ ഭരിപ്പാനിടയായി തീർന്നു. ബാബിലോണിലും യവനയിലും പാഴ്സിലൊക്കെ ബദ്ധരായി അവർ കഴിയേണ്ടി വന്നു. കാരണം എന്നറിയോ, അവർ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. അവർ ഒരു കാലത്ത് കനാൻ നാട് അടക്കി ഭരിക്കേണ്ടവർ, ഭൂമിയെ കൈവശമാക്കേണ്ടവർ, ഭൂമിയിൽ നിന്നുള്ള ഫലവത്തായിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടവർ, അവർ നന്മകൾ പ്രാപിച്ച അവരുടെ സന്തതികൾ അനുഗ്രഹം പ്രാപിച്ച ഭൂമിയിൽ ബലവാന്മാരായി തീരേണ്ട സ്ഥാനത്ത് അവർ ബലഹീനന്മാരായി തീരാൻ കാരണമായി തീർന്നു. എന്താ കാരണം അറിയോ? പാപമാണ് കാരണം. ഓർക്കണം, ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് രാത്രിയുടെ ശാന്തി പറയട്ടെ, ഇന്ന് അനേക ദൈവദാസന്മാർ അല്ലെങ്കിൽ നമ്മെ പോലുള്ളവര് ഭൂമിയെ കൈവശമാക്കാതിരിക്കാൻ കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിച്ചൊക്കെ പാപം മൂലമാണ്. പാപം മൂലം ഭൂമിയെ കൈവശമാക്കുവാൻ കഴിയാതെ വേണം നിരാശയിലും ദുഃഖത്തിലേക്ക് ഈ ലോകം ഇന്ന് താഴ്ന്നുകൊണ്ടിരിക്കുക. പറയട്ടെ, ജീവിതത്തിലെ നന്മ പ്രാപിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ചില അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നാം പാപമില്ലാത്തവരായി മുമ്പോട്ട് കടന്നു പോകുന്നതില്ല. ദൈവം നമ്മോട് കൂടെ വസിപ്പാൻ ഇടവരും. പുസ്തകം 19 അധ്യായത്തിൽ വായിക്കുന്നു, ഞാൻ വിശുദ്ധനായിരുന്നവരെ നിങ്ങളും വിശുദ്ധരായിരിക്കും. പാപം വിട്ട് അകലുവാൻ തയ്യാറെങ്കിൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറെങ്കിൽ, ചില അവകാശങ്ങൾ ഈ രാത്രി പ്രാപിച്ചെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവേദമായി നമ്മളോട് വിളിച്ചു പറയുകയാണ്. പാപം കൂടാൻ നിൽക്കുന്നുവെങ്കിൽ പാപമില്ലാത്തവൻ നമ്മളിലേക്ക് ഇറങ്ങി വരുവാനിടയായിരിക്കും. ആ ദൈവിക ശക്തി നമ്മൾ വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചിലതിനെ നേടിയെടുക്കാൻ കഴിയത്തുള്ളെന്ന് തിരുവനന്തപുരം വ്യക്തമായി പറയുന്നു. ഓർക്കണമേ, പലപ്പോഴും പല നന്മകളും നമ്മുടെ കണ്ണിന് മുമ്പിൽ ശൂന്യമായി പോകുന്നതിന് കാരണമുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ണീരോടെ വിതയ്ക്കാറുണ്ട്, പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാറുണ്ട്, ഉപസിക്കാറുണ്ട്. പലപ്പോഴും നന്മ മുടങ്ങി പോകുന്നതിന് കാരണം ഒന്ന് മാത്രമാണ്, നമ്മുടെ ജീവിതത്തിൽ വന്ന പാകപ്രകടകളാണ്. ദൈവമായിട്ടുള്ള ഉടമ്പടി തെറ്റിയാൽ അത് പാപമെന്ന് തിരുവനന്തപുരം വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, പലപ്പോഴും നന്മകളെ പ്രാപിക്കാത്തതിന് കാരണം, പലപ്പോഴും അഭിവൃദ്ധിയിലേക്ക്, പലപ്പോഴും ആഗ്രഹിച്ച തുറമുഖത്ത് എത്താതിരിക്കുന്നതിന് കാരണമുണ്ട്. നാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, പലപ്പോഴും കണ്ണീര് കാണാത്ത, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തതിന് കാരണം അതിന്റെ പിന്നിലൊക്കെയും പാപം ഉണ്ടായിരിക്കും. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയെത്തണം. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം തമ്പുരാൻ അവരെ മിദ്യാനയുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് തിരുവചനം പറയുക. അവർ മിദ്യാനയുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെയോ അവർ വിതയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അതുപോലെ തന്നെ വളരെയേറെ കഷ്ടതയോടുകൂടി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഫലപ്രാപ്തിയിലെത്തുവാൻ കഴിയുന്നില്ല. കാരണം എന്തുവാ? അവരുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ്. ഇന്ന് രാത്രി നാം വായിച്ചൊരു ഭാഗമുണ്ട്, ഭൂമിയെ കൈവശം
കൈവശമാക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടേക്കോ തിരുവചനം വിട്ട് ഒരു യാത്ര നാം ചെയ്തിട്ടുണ്ട്. ഹൃദയംഗമായി ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ അഭേദ്യ ബന്ധം വിട്ടു എന്നുള്ളതിന് ഇന്ന് രാത്രി പൂർണ്ണമായി വന്നിട്ടുകൂടി നമ്മെ തെളിയിക്കുവാൻ കഴിയും. പക്ഷെ പിൻകാലത്ത് ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തു ഇസ്രായേൽ ജനത്തെ ആ മിദ്യാനുടെ കയ്യിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ പാവങ്ങൾ ഓരോന്ന് ഏറ്റു പറഞ്ഞു. ദൈവം മഹാകരുണയിൽ ദീർഘക്ഷമയുള്ളവനായോണ്ട് അവരുടെ നിലവിളി അവൻ കേൾപ്പാനിടയിൽ വന്നു.